കുടിയന്റെ കുമ്പസാരം. ഒരു മദ്യാസക്ത രോഗിയുടെ ആത്മകഥ. ജോൺസൺ. ശബ്ദം നൽകുന്നത് ബിജു പി രവി. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണർന്ന് വീണ്ടും ഉറങ്ങാനാകാതെ പാഴ്ക്കിനാവുകളിലൂടെ ഉഴറി നടക്കുന്നതിനിടയിലാണ് എനിക്കും ചിലത് പറയാനുണ്ടെന്ന് തോന്നിയത്. ആരോടും പറയാനാകാതെ അടക്കിവെച്ച ഒരുപാട് സത്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് ആരോട് പറയും? പറഞ്ഞാൽ തന്നെ മദ്യപന്റെ വാക്കുകൾ ആരു വിശ്വസിക്കും? എനിക്കൊന്ന് കുമ്പസാരിക്കണം. തെറ്റുകൾ ഏറ്റുപറയണം. സത്യം വെളിവാക്കപ്പെടട്ടെ. പറയുടെ കീഴിൽ വെച്ച് മൂടാനുള്ളതല്ല സത്യമെന്ന് ഉദ്ഘോഷിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ പോലും വിശുദ്ധ കൂദാശകളിലൊന്നായ കുമ്പസാരത്തിന് കുടിയൻ അർഹനല്ലെന്ന് വിധിക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ക്രിസ്ത്യാനിയായിപ്പോയി എനിക്ക് സ്വർഗം ലഭിക്കുന്നതെങ്ങനെ? ഞാൻ അപ്പോഴാണ് ഓർത്തത്, എന്റെ അപ്പനും സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാകില്ല. കുമ്പസാരിച്ച് നിർമ്മലനായല്ല അദ്ദേഹം മരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ആരോടും പറയാനാകാതെ മരിച്ചുപോയി. അതെ, എന്നെപ്പോലെ തന്നെ കുടിയൻ. എല്ലാ വർഷവും ഡിസംബറിൽ അപ്പൻ മനോരമയുടെ കലണ്ടറും ഡയറിയും വാങ്ങും. ജനുവരി 1 മുതൽ കക്ഷത്തിൽ പുത്തൻ ഡയറിയായിരിക്കും കാണുക. മരണം വരെ അതൊരു ശീലമായി അപ്പനോടൊപ്പമുണ്ടായിരുന്നു. അപ്പന് പറയാനാകാതെ പോയവയിൽ ചിലതെങ്കിലും അതിലെഴുതി സൂക്ഷിച്ചിട്ടുണ്ടാകും. അതെന്തായിരിക്കും? ഞാൻ എഴുന്നേറ്റ് ലൈറ്റിട്ട് വീടാകെ അരിച്ചു പെറുക്കി. പുതിയ വീട് വെച്ചു മാറിയപ്പോൾ അപ്പന്റെ ഒസ്യത്തിൽ പറയാതെ പോയ ഒരു കാര്യം ഞാൻ ഫലത്തിൽ വരുത്തി. അപ്പന്റെ മേശ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോന്നു. അതിൽ അപ്പന്റെ പഴയ ഡയറികളുമുണ്ട്. പക്ഷേ മേശയുടെ വലിപ്പുകളൊന്നും ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല. ഡയറികൾ കണ്ടിട്ടുമില്ല. താക്കോൽ എവിടെ? താക്കോൽ തിരഞ്ഞ് സമയം കളയാനില്ല. അതിനാൽ പാതിരാത്രിയിൽ കരുവാൻ മോഹനനെ കൂട്ടിക്കൊണ്ടുവന്ന് മേശയുടെ പൂട്ടുകൾ കുത്തി തുറന്നു. അപ്പന്റെ ഡയറികൾ കണ്ടെടുത്തു വായിച്ചു. പല പേജുകളും ശൂന്യമായിരുന്നു. കുടിച്ചിരുന്ന ദിവസങ്ങളിൽ അപ്പൻ ഡയറി എഴുതിയിരുന്നില്ല. ശേഷിച്ച പേജുകളിലെ ചെറുകുറിപ്പുകളിലൂടെയാണ് ഞാൻ അപ്പനെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഡയറി എഴുതിയിട്ടില്ല. എന്റെ വർഷം മാർച്ച് 31 ആരംഭിക്കുകയും ഏപ്രിൽ 1 അവസാനിക്കുകയും ചെയ്യുന്നവയാണ്. ഒരു വിഡ്ഢിദിനത്തിൽ എന്റെ അന്ത്യനിമിഷമെത്തും. ഞാൻ മരിക്കുന്ന ദിവസം ഒരു മൂഢന്റെ ജന്മമൊടുങ്ങിയതോർത്ത് പലരും ആശ്വസിക്കും. അതിനു മുമ്പ് എനിക്കൊന്ന് കുമ്പസാരിക്കണം. മരണാനന്തര ജീവിതത്തിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? മരണം അനിവാര്യമായെന്നും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനത് രഹസ്യമാക്കി വെക്കണം? എന്റെ പരസ്യ കുമ്പസാരത്തിന് കാതോർക്കും മുമ്പ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ചില മുന്നറിയിപ്പുകൾ തരട്ടെ. ഇതൊരു മദ്യപാനിയുടെ കുമ്പസാരമാണ്. അവനാകട്ടെ കളവു പറഞ്ഞ് ശീലമായ നാവിനുടമയാണ്. അതുകൊണ്ടുതന്നെ ഈ നുണക്കഥകളിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ മനുഷ്യരുടെ മുഖഛായയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം ഞാൻ അതിനുത്തരവാദിയല്ല. നിങ്ങൾ ഇതുവരെ കണ്ടെത്താത്ത, നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭയാണതിനു കാരണം. സ്വപ്നം കാണാനുള്ള കഴിവിന് സമാനമായ എന്തോ ഒന്ന്. പിന്നൊരു കാര്യം, കഥയിൽ ചോദ്യങ്ങളില്ലെന്ന ആപ്തവചനം ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. സാഹിത്യശാഖകളിലെ അനേകം അസ്ഥാന വിദ്വാൻമാരുടെ ദർശനങ്ങൾക്കനു
Sample complete. Ready to continue?